ഞാനിപ്പോൾ പോകുന്നുള്ളത് ബീജന്തെടുക്ക, അതായത് ബദിയെടുക്ക പഞ്ചായത്ത് പരിധിയിലുള്ള ബീജന്തെടുക്ക എന്നൊരു സ്ഥലത്ത് കടുപ്പ് നിന്നൊരു സ്ഥലമാണ്. ആടെയാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഞാൻ വന്നത് ഒരു വാടക വന്നതാണ്. അപ്പോൾ ഇവിടെ ചക്കൻ്റെ മരം കണ്ടിട്ട് ഞാൻ സതീശൻ എന്ന നമ്മളൊരു സുഹൃത്തിനോട് ചോദിച്ചൊരു ചക്ക കിട്ടുമെന്ന് വെച്ചിട്ട് അമ്മ പറഞ്ഞു ഞാൻ പറിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓന് ചക്ക പറിക്കാൻ വേണ്ടിയിട്ട് തോട്ടിയെല്ലാം റെഡിയാക്കുന്നുണ്ട്. ചക്ക നോക്കിയ കാര്യമായ ചക്ക അങ്ങനെ ഓൻ തോട്ടിയെല്ലാം റെഡിയാക്കുന്ന ഒരു രംഗം നിങ്ങളിപ്പോൾ കാണുന്നുള്ളത്. അങ്ങനെ മെല്ലെ ചക്കൻ്റെ ആ ഭാഗത്തേക്ക് പോയിട്ട് മെല്ലെ ചക്കനൊന്ന് താഴെ ഇടാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഗെയ്സ്. അങ്ങനെ ഇതാ ചക്കത ഇപ്പോൾ താഴെ വീഴും. അതോ ഗെയ്സ് ചക്ക താഴെ വീണു. ചക്ക എന്ന് പറഞ്ഞപ്പോൾ ഒരു അകാര്യമായ ചക്ക ഗെയ്സ്. ഇത്ര വലിയ ചക്ക നോക്കിയാൽ. അങ്ങനെ സതീശൻ എന്നോട് പറഞ്ഞ് ചക്ക ഒന്ന് മതിയെന്ന് ആവശ്യമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ആ ഒന്ന് മതി, വേറെ ഉണ്ടെങ്കിൽ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് അപ്പുറത്ത് 2 മരമുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് പറിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് അതേ തോട്ടിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അനക്കിയിട്ട് വെക്കുമ്പോൾ മുകളിലൊരു പൗത്ത ചക്ക പോലെ കണ്ടു. അങ്ങനെ അതും പറിച്ചിട്ട് ഒന്ന് താഴെ ഇട്ട് തന്നു. അത് പകുതി താഴെ ഇടുമ്പോൾ തന്നെ പകുതി പൊട്ടിയിട്ട് പോയി. അതിനെ പറിച്ചിട്ട് താഴെ ഇടാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഗെയ്സ് നിങ്ങൾ കണ്ടുകൊണ്ടുള്ളത്. അത് മുകളിൽ ഭാഗമായത് കൊണ്ട് കറക്റ്റ് എത്തുന്നില്ല. അങ്ങനെ ഏണി വെച്ചിട്ട് മുകളിൽ കയറുന്നുള്ളത്. ഞാൻ പറഞ്ഞു നിങ്ങൾ റിസ്ക് എടുക്കാണ്ട് തന്നെ പറിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം പറിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അതും പറിച്ച് ഇതാ 3ാമത്തെ ചക്ക. ഇത് വേറൊരു ടൈപ്പുള്ള ചക്ക. ഇതാ അങ്ങനെ ഇപ്പോൾ ചക്ക 1 2 3 4 ചക്കായി. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു മരമുണ്ട്. അവിടുന്ന് മറ്റേ തുളുവാൻ ചക്ക എന്ന് പറയും. ഇത് ബെർക്ക് ചക്ക എന്ന്, തുളുവാൻ ചക്ക എന്ന് പറയും. അങ്ങനെ ആ ചക്കവും പറിച്ചിട്ട് നമ്മൾ വണ്ടിയിൽ ഓറന്നെ ഫുള്ള് കൊണ്ടിട്ട് വണ്ടിയിൽ വെക്കുന്ന രംഗം എന്താ ഓക്കെ. എന്ത് നല്ല മനുഷ്യന്മാർ. എന്താ 1 2 3 4 5 6 ചക്ക എനിക്ക് കിട്ടി ഗൈസ്. എൻ്റെ റിക്ഷ ഫുള്ളായതാ 6 ചക്ക. അതിലൊന്ന് പോത്തത്, ബാക്കിയെല്ലാം ഇളം പോപ്പ്. അത് നാളെ മറ്റന്നാൾ ആ ഒരു ഗ്യാപ്പിൽ പോക്കും. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആരും സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിക്കോളി. നാച്ചു വ്ളോഗ് ബെല്ലൈക്കൻ അമർത്തി വെക്കോളി ഗൈസ്.